അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ ലൈവിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് കടക്കുന്ന പോലെയുള്ള നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു സീസണിലും ഇങ്ങനെയുള്ള ചതി, വഞ്ചന, നുണപറച്ചൽ, തിരിച്ചറിവുകൾ, തരംതാഴ്ത്തൽ, പാരവെപ്പ്, അസൂയ, അഹങ്കാരം, നുണപറച്ചൽ, ഡ്രാമ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവിടെ അക്ബറിനെതിരെ അനുമോള ആദിലയ്ക്ക് PR നമ്പർ കൊടുത്തു. എന്നിട്ട് പുറത്ത് പോയിട്ട് അക്ബറിനെതിരെ കളിക്കാൻ വിളിച്ചോളാൻ പറഞ്ഞു. നൂറേനെയും വേണമെങ്കിൽ നൂറയ്ക്ക് വേണമെങ്കിൽ PR കൊടുത്തു എന്ന് പറഞ്ഞു എന്ന് ശൈത്യയുടെ അടുത്ത് ആദില പറയുന്നത് നമ്മൾ എപ്പിസോഡിലും ലൈവിലും കണ്ടതാണ്. അത് അനുമോളും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ജിഷിനായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അക്ബർ കരഞ്ഞത് അതിനാണ് എന്നൊക്കെ അറിയുന്നത്. അപ്പം അനുമോൾ അതിനെപ്പറ്റി, ദൈവത്തിനെ പറ്റി സത്യം ചെയ്യുന്ന, അമ്മേനെ പറ്റി സത്യം ചെയ്യും, ഞാൻ അങ്ങനെ കൊടുക്കുമോ, ഞാൻ ചേച്ചിയുടെ നമ്പറാണ് കൊടുത്തത്, ഞാൻ PR നമ്പർ എനിക്കറിയില്ല, എനിക്ക് ഈ PR നമ്പർ അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കരച്ചിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആര്യൻ്റെ ഒരു കാട്ടായം കാണിച്ചാൽ ആര്യൻ തമാശയ്ക്ക് അവിടെ വന്നിട്ട് ഓരോ തമാശ അതിൽ കാണിക്കുന്നു. അവളുടെ ഡ്രാമ തുടങ്ങി അപ്പുറത്ത് പറയുന്നു, ഇപ്പുറത്ത് വന്നിട്ട് ഇത് കാണിക്കുന്നു. അത് വളരെ മോശമായി പോയി. ആര്യൻ ഗെയിമാണെങ്കിൽ ഓക്കെ, ഇതൊരു ജെന്യുവൻ, നിങ്ങളൊക്കെ ഒരു ജെന്യുവൻ വ്യക്തിത്വമല്ല അവിടെ കാണിക്കേണ്ടത്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അനു പറയുന്നുണ്ട്, ഇത് ആദില പറഞ്ഞാൽ നിങ്ങളുടെ ഒറ്റ ചങ്ങാതിയാണ് പറഞ്ഞത്. അപ്പോൾ അനു പറയുന്നുണ്ട്, എന്തിനാണ് അവൾ എന്നോട് കാണിക്കുന്നത്, ഞാൻ അവളെ ഇതുവരെ, ശരിയാണ് അനു, ഇതുവരെ അവരെ ആദില നൂറയെ ഇതുവരെ അങ്ങനെ പുറത്ത് അവർ വലിച്ചിട്ട പോലെ വലിച്ചിട്ടിട്ടില്ല. അതിനുശേഷം അനു പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് അവർ തന്ന ആ ഒരു നമ്പർ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, പുറത്ത് പോയിട്ട് എന്താ ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബ്ലൈൻഡ്സ് ഉയർത്തി ചെല്ലുമ്പോൾ അവിടെ ഒരു കൺസേർട്ട്, ശിവാംഗി എന്ന് പറഞ്ഞ ഗായികയുടെ കൺസേർട്ട് റെഡിയായി നിൽക്കുകയാണ്. അനുമോൾ പോയി അനുമോളുടെ കബഡിയിൽ നിന്ന് അനുമോൾക്കിടെ കയ്യിലുള്ള ആദിലയുടെ നമ്പർ എടുക്കുന്നു. നെവിനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇതിലൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഇവിടെ കളിക്കുന്നുണ്ട്. നെവിൻ അനുമോളുടെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള വ്യാജേനെ, ഇതൊക്കെ അലിഗേഷൻസ് അല്ലേ അനുമോളെ. അപ്പോൾ എനിക്കൊരു അലിഗേഷൻ വന്നപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ല അലിഗേഷൻ, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുത്തു കൊടുക്കുന്നുണ്ട് നെവിൻ. അനുമോൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ, അന്ന് അനുമോൾ നെവിനെതിരേക്ക് സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ അനുമോളുടെ കൂടെ നിൽക്കുന്നു എന്ന്, നെവിൻ കൂടെ നിൽക്കും, ചിലപ്പോൾ ജെന്യുവിനാവാം, ചിലപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലെ വോട്ടുകളായിരിക്കും മാറുക, ചിലപ്പോൾ ഇനി ഫൈനൽ 5 കയറാൻ അത്ര ആഗ്രഹിച്ച് നിൽക്കുകയാണ് നെവിൻ. അതിനുള്ളൊരു കച്ചിതിരുമ്പാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. നെവിൻ അനുമോളുടെ അടുത്ത് ഞാൻ വിശ്വസിച്ചു സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുള്ളൊരു നെവിനാണ് ഈ കടലാസ് കൊടുക്കുന്നത്. നെവിൻ അക്ബറിൻ്റെ അടുത്ത് ചെല്ലുന്നു, ഇങ്ങനെ പറയുന്നു, ദേ അവളുടെ കയ്യിൽ ചീട്ടുണ്ട്. അപ്പോൾ അക്ബർ ഒരു കാര്യം തുറന്ന് പറയുന്നുണ്ട്, അത് ശരിയാണ് അവൾ എനിക്ക് എവിക്ഷന് പോണേൻ്റെ എവിക്ഷനിലായി പുറത്ത് പോണേൻ്റെ തൊട്ട് മുമ്പ് എൻ്റെ ചെവി പറഞ്ഞു, അക്ബർക്ക് ഒരു തെറ്റുപറ്റി, PR അല്ല, പക്ഷേ അവളുടെ ചേച്ചിയുടെ നമ്പറാണ് എനിക്ക് തന്നത്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ സത്യമാണെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം അതിലിങ്ങനെ മാറ്റി പറയണമെങ്കിൽ, ഇപ്പോൾ ആദ്യം PR ആണെന്ന് പറഞ്ഞ് എല്ലായിടത്തും പറഞ്ഞിങ്ങനെ ഒരു പ്രശ്നം പരത്തി, അതും ഒരു വൈരാഗ്യം, അതിലേക്ക് അനുമോളോട് ദേഷ്യം സഹിക്കാൻ വയ്യാതെ എന്തും ചെയ്യുന്നുള്ള ഒരു ആദിലയുടെ ക്യാരക്ടറാണ് പുറത്ത് വന്നത്. കാരണം ആദിലേനെ സമ്മതിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്, അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും പല കാര്യങ്ങളും അനു പറഞ്ഞു എന്ന് പറഞ്ഞ അവസാനം ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇല്ല നീ പറഞ്ഞിട്ടില്ല, എന്ന് ദേഷ്യത്തിൻ്റെ പേരിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും അത് തന്നെയാണോ? ഇനി കുറേ കഴിയുമ്പോൾ അതിൽ പറയോ, ഇല്ല അതൊന്നും പറഞ്ഞില്ല, ഞാൻ ആ ദേഷ്യത്തിന് അങ്ങനെ പറഞ്ഞാണ് അക്ബർക്കാന്ന് പറയുമോ? അപ്പോൾ ഒരു കൂടെ നിന്നിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അത് വളരെ മോശം എന്നല്ലേ പറയേണ്ടത്. ഇപ്പോൾ ആര് പറഞ്ഞത് വിശ്വസിക്കുന്നു? ഇത്രയും നാൾ അനുവിൻ്റെ PR എന്ന് എല്ലാവരും അറിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ അക്ബർ പറയണല്ല, ആദില പറയാണ് PR അല്ല, അത് ചേച്ചിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അക്ബർ എങ്ങനെ ആദിലയുടെ കാര്യം വിശ്വസിക്കും? അതോ അക്ബറിനും അറിയാം ഇത് പകുതി സത്യമാണ് പകുതി നുണയാണെന്നുള്ള രീതിയിൽ, പക്ഷേ അക്ബർക്ക് അനുവിനോടുള്ള വൈരാഗ്യം കൊണ്ട്, ഇത് വൈരാഗ്യം മാത്രമല്ല, അവിടെ ലാസ്റ്റ് മണിക്കൂറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോട്ടിൻ്റെ ഇത് മാറി മറിയും, ഒരാൾ ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഒരാളെ നെഗറ്റീവ് ആക്കി കഴിഞ്ഞാൽ വോട്ട് വേറെ നേരെ തിരിയാൻ സാധ്യതയുണ്ട്. പുറത്ത് ആദില പുറത്തുണ്ട്, അപ്പോൾ ആദിലയുടെ വോട്ടും കൂടി നൂറയ്ക്ക് കിട്ടാം, നൂറ നേരെ മുകളിലോട്ട് പോവും, അപ്പോൾ അക്ബർ താഴത്തോട്ട് വരാം, നെവിൻ താഴത്തോട്ട് വരാം, അതിനെ മറികടക്കണം. പല ചിന്തകളും മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, അതിനെന്തൊക്കെ കളിക്കാം. ലാസ്റ്റ് മൊമെൻറ്റിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ചില ആൾക്കാർ നേരായ വഴി ചിന്തിക്കും, ചില ആൾക്കാർ വേറെ രീതിയിൽ ചിന്തിക്കും, എങ്ങനെ ടോപ്പ് 5 എത്താം എന്നുള്ള രീതിയിൽ ചിന്തിക്കും, അതിനെന്തൊക്കെ പ്ലാനുകളുണ്ട്, എങ്ങനെയൊക്കെ കളിക്കാം, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. ഇത് ഗെയിമാണ്, പലതും പിന്നെ ബിഗ് ബോസ് ഹൗസിനകത്താണ്. ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തുനിന്ന് കണ്ടുവന്നവരാണ്. ഇവർ 100 ദിവസത്തോളം, ഏകദേശം 100 ദിവസം അടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഒരു പ്രഷർ കുക്കർ രീതിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ ആരെ വിശ്വസിക്കും ആരെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പിക്കാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ, ആദില പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആദില തന്നെ PR ആണ് അതാണെന്ന് പറഞ്ഞ ആൾ ലാസ്റ്റ് അക്ബറിനോട് പറഞ്ഞ് PR അല്ല ചേച്ചിയാണെന്ന് മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അത് അക്ബറും ഇപ്പം നെവിൻ്റെ അടുത്തും തുറന്ന് പറഞ്ഞിരിക്കുകയാണ്.
അപ്പം അക്ബറിന് അനുമോൾ ഒന്ന് സംസാരിച്ചപ്പോൾ ഇതിന് കുറച്ച് മുമ്പ് ലൈവിൽ നടക്കുമ്പോൾ അക്ബറിനെ തുറന്ന് പറയാറുന്നില്ല, ശരിയാണ് PR അല്ല അതിലങ്ങനെ പറഞ്ഞതെന്ന് പറയാറുന്നില്ല, അതെന്തുകൊണ്ട് പറഞ്ഞില്ല? ഇവിടെ പലരും ഗെയിം കളിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, കുറച്ചൊക്കെ അനുമോളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയൂ. അടുത്തൊരു അപ്ഡേറ്റുമായി ഇവിടെ നിന്ന് കാണാം. താങ്ക് യു.